2 വയസ്സിന്റെ വ്യത്യാസമായിരുന്നു രഞ്ജിത്തും രമ്യയും തമ്മിലുണ്ടായിരുന്നത്. ഒരുമിച്ച് കളിച്ചു വളർന്നവർ, അച്ഛനും അമ്മയും താലോലിച്ചു വളർത്തിയ പുന്നാര മക്കൾ. പക്ഷേ സന്തോഷം നിറഞ്ഞ ആ കുഞ്ഞു വീട്ടിൽ അന്തിയുറങ്ങാൻ ഇനി മാതാപിതാക്കളോടൊപ്പം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുണ്ടാകില്ല. എങ്ങനെയാണ് ആ യാഥാർത്ഥ്യം ആ മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക? തങ്ങളുടെ എല്ലാമെല്ലാമായിരുന്ന 2 മക്കളെയും ഒരുമിച്ച് വിധി കവർന്നെടുത്തപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പയറ്റുവിള കൊല്ലങ്കോണം സ്വദേശി വിജയകുമാറും ഭാര്യ റീഷയും. എന്നത്തെയും പോലെ ഒരുമിച്ച് അമ്മയോട് യാത്ര പറഞ്ഞാണ് ഇവർ പുറപ്പെടുന്നത്. പക്ഷേ അത് അവസാന യാത്രയായിരിക്കുമെന്ന് ആ അമ്മ ഒരിക്കലും കരുതി കാണില്ല. മാതാപിതാക്കളും 2 മക്കളും ചേർന്ന ചെറിയൊരു കുടുംബമായിരുന്നു ഇവരുടേത്. പിതാവ് വിജയകുമാർ കൽപ്പണിക്കാരനാണ്. റീഷ ഹരിതകർമ്മസേനാംഗവും. മാർത്താണ്ഡത്തെ സ്വകാര്യ ആശുപത്രിയിലെ അനസ്തീഷ്യ ടെക്നീഷ്യയായി ജോലി ചെയ്തു വരികയായിരുന്നു രമ്യ. മാർത്താണ്ഡത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത്തും. അതുകൊണ്ട് തന്നെ 2 പേരും ഒരുമിച്ചാണ് ജോലിക്ക് പോയിരുന്നത്. സഹോദരിയെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ കൊണ്ടുവിട്ട ശേഷമായിരുന്നു രഞ്ജിത്ത് ജോലിക്ക് പോകാറുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ആ യാത്ര കലാശിച്ചത് ഇവരുടെ ജീവനെടുത്ത അപകടത്തിലായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് സംഭവം നടക്കുന്നത്. രാവിലെ 7:30 വീട്ടിൽ നിന്നും ജോലിക്കിറങ്ങി ഇവരുടെ ബൈക്ക് മാർത്താണ്ഡം പാലത്തിലെത്തിയപ്പോൾ എതിരെ വന്ന ഒരു കാറ് നിയന്ത്രണം വിട്ട് ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും വാഹനത്തോടൊപ്പം 30 അടിയോളം താഴ്ചയിലേക്ക് വീഴുകയും ചെയ്തു. രഞ്ജിത്ത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ രമ്യയെ ആദ്യം കുഴിത്തുറ സർക്കാർ ആശുപത്രിയിലും പിന്നീട് നാഗർകോവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇവർ 4 പേരും അത്രയും ആത്മബന്ധത്തോടെയാണ് ആ വീട്ടിൽ കഴിഞ്ഞു പോന്നിരുന്നത് എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വിജയകുമാറിനും റീഷയ്ക്കുമൊപ്പം മക്കളും കൂടെ ഉണ്ടാകുമായിരുന്നു. 4 പേരുടെയും അധ്വാനം കൊണ്ടാണ് ഇവർ വീട് പണി പൂർത്തിയാക്കിയിരുന്നത്. മക്കൾക്ക് ജോലി ലഭിച്ചുവെന്നറിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഇനിയുള്ള കാലം തങ്ങൾക്ക് തണലായി മക്കൾ ഉണ്ടാകുമല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു 2 പേരും. പക്ഷേ എല്ലാ സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് വിധി അങ്ങേയറ്റം ക്രൂരമായി അവരെ പരീക്ഷിച്ചു. 2 മക്കളുടെയും മരണവിവരം അറിഞ്ഞ് തകർന്നുപോയ വിജയകുമാറിനെയും റീഷയെയും എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം. ജീവിതത്തിൽ എല്ലായ്പ്പോഴും കൈകോർത്തു നടന്ന സഹോദരങ്ങൾ മരണത്തിലും ഒന്നിച്ചതിന്റെ നടുക്കത്തിലാണ് ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം. രാവിലെ ചിരിയോടെ അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങിയ പ്രിയപ്പെട്ട മക്കൾ വൈകിട്ട് ചേതനയറ്റ ശരീരമായി വീട്ടുമുറ്റത്തേക്ക് എത്തിയപ്പോൾ ആ മാതാപിതാക്കളുടെ ലോകം തകർന്നുപോയിരുന്നു.